ചോദ്യത്തിൽ വേറുള്ളൊരു കാര്യം, ഇത്തരം കാര്യങ്ങൾ സംഭവിക്കാതിരിക്കാൻ എന്തു വേണമെന്നുണ്ട്. അതിൽ പ്രധാനമായിട്ട് നമുക്ക് പറയാനുള്ളത് അന്വേഷണങ്ങൾ തന്നെയാണ്. ശരിക്കും അന്വേഷിക്കണം വിവാഹങ്ങൾ. പലപ്പോഴും നമ്മൾ ഒരാളെ ഭാഗ്യമായി അയാളുടെ കുടുംബ പശ്ചാത്തലം, അല്ലെങ്കിൽ അയാളുടെ ഒരു ജോലി സ്ഥിരത, അതല്ലെങ്കിൽ അയാളുടെ ഒരു സൗന്ദര്യം, അല്ലെങ്കിൽ അയാളുടെ ഒരു ദീനി പശ്ചാത്തലം, ഇങ്ങനത്തെ ചില പോസിറ്റീവുകൾ കാണുമ്പോൾ പിന്നെ ബാക്കി കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, പലപ്പോഴും അന്വേഷിക്കാൻ വിട്ടുപോകും. അതുകൊണ്ട് ചിലപ്പോൾ എന്താ ഒരു വിവാഹം നമ്മുടെ മക്കൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ചില തകരാറുകൾ ഉണ്ടാവും. അത് സ്വാഭാവികമായും പിന്നീട് പ്രശ്നങ്ങൾ. അതുകൊണ്ട് അന്വേഷണങ്ങൾ വളരെ പ്രധാനമാണ്. ശരി. അതേപോലെ തന്നെ മറ്റൊന്ന്, നമ്മുടെ മക്കൾക്ക് എന്ത് ചെയ്യുക, വിവാഹത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ കൊടുക്കണം. അറിവില്ലായ്മ കൊണ്ടാണ് പലപ്പോഴും ഇവർക്ക് ഒന്നിനും സെക്സിനെ കുറിച്ച് അറിയാത്ത ആളുകളുണ്ടായിരിക്കും. അപ്പോൾ സെക്സ് സക്സസ് ആകാതെ വരുമ്പോൾ എന്ത് ചെയ്യും, ഇതൊന്നും ശരിയാവില്ല വിചാരിച്ച്. അതൊക്കെ അറിവില്ലായ്മയാണ്. ധാരാളം അറിവില്ലായ്മകളുണ്ട്. അതേപോലെ തന്നെ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഭർത്താവ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു അധികാരസ്ഥനാണ്, അയാൾക്ക് കീഴിൽ അടിമയായി ജീവിക്കേണ്ടി വരും. അപ്പോൾ ഭർത്താവ് എന്തെങ്കിലും ചില കാര്യങ്ങൾ നിർദ്ദേശങ്ങൾ പറയുമ്പോഴേക്കും ഈ ധാരണ വർക്ക് ചെയ്യും. അവരെന്ത് ചെയ്യും, ഇത് എനിക്ക് ശരിയാവില്ല എന്ന് പറഞ്ഞു. വിവാഹത്തെക്കുറിച്ച് ഭർത്താവിൻ്റെ മാതാവിനെ എങ്ങനെ പെരുമാറണം, വാപ്പനോട് എങ്ങനെ പെരുമാറണം, ഒരു ഭർത്തൃ വീട്ടിൽ എങ്ങനെ നമ്മൾ ജീവിക്കണം, എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും, ഭർത്താവിൻ്റെ സ്വഭാവ ദൂഷ്യങ്ങൾ അല്ലെങ്കിൽ തകരാറുകളെ നമുക്ക് എങ്ങനെ തിരുത്താൻ പറ്റും, ഇതിനെക്കുറിച്ചൊക്കെയുള്ള നല്ലൊരു എഡ്യൂക്കേഷൻ എന്ത് വേണം, ഒരു പ്രീ മെരിറ്റൽ കൗൺസിലിംഗ് ആയിട്ടൊക്കെ കൊടുക്കുക. ഈ രണ്ട് കാര്യങ്ങളിലൂടെ മാത്രമേ ഈ വർദ്ധിച്ചു വരുന്ന വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിലെ വിവാഹമോചനങ്ങളെ നമുക്ക് പരിഹരിക്കാൻ പറ്റുള്ളൂ എന്നാണ് മനസ്സിലാവുന്നത്.